അയച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവജന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഈ തലമുറയിൽ കർത്താവ് ശക്തിയോട് ഉപയോഗിക്കാൻ അനുഗ്രഹീതനായി കർത്തദാസൻ പാസ്റ്റർ ബിനോയ് ടൈറ്റസ് അവരുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഇതിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത് പകൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, ആ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ ദൈവമൊരുക്കിയ എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് ഞാൻ മഹത്വം കരയറ്റുന്നു. മുഖവരകളൊന്നും പറഞ്ഞ് ഇന്ന് പകൽ ഞാൻ സമയം കളയുന്നില്ല. ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്തുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ 2 രാത്രികളും ദൈവാത്മാവ് ഒരുപോലെ നമ്മോട് സംസാരിച്ചു. പ്രാരംഭ രാത്രി മുതൽ ഇന്നലെ രാത്രി വരെ ദൈവാത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ പണിതെടുക്കുന്ന ഓരോ ദൂതുകൾ ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. അല്ല, സ്തോത്രങ്ങളിൽ നമ്മുടെ ഹിതമല്ല, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ. നാം എത്ര വിചാരിച്ചാലും ദൈവമാണ് ചിലത് നിവർത്തിക്കുന്നത്. അല്ല, സ്തോത്രം, ഒരു കാര്യം നാം തിരിച്ചറിയണം. ആ വചനം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ നിർണയിച്ചാൽ അതിനെ ദുർബലമാക്കുന്നവനാര്? അവൻ കൈ നീട്ടിയാൽ അതിനെ മടക്കാവുന്നവനാര്? ഇന്ന് പകൽ തിരിച്ചറിയുക. അവൻ ചിലത് തീരുമാനിച്ചാൽ അതിനെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല. അവനൊരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. അവനൊരു പ്രവൃത്തി വെളിപ്പെടുത്തിയാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. അവൻ അസാധ്യമായതൊന്നുമില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത് പകൽ വിശ്വാസത്തോടെ പറയണം, തമ്പുരാനെ, നിന്റെ തീരുമാനങ്ങൾക്കായി, നിന്റെ നിർണയങ്ങൾക്കായി, നിന്റെ പദ്ധതികൾക്കായി അങ്ങേക്ക് സ്തോത്രം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിന്റെ പുറകിൽ ഉയരത്തിൽ ഈ അപ്പന് വ്യക്തമായ ചില പർപ്പസുകളുണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. തുടർന്ന് ഞാൻ വളരെ ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ബിനോയ് ടൈറ്റസ് അവറുകൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് കർത്താവിൻ്റെ ദാസനെ അറിയാം. ഈ സമയങ്ങളിൽ കർത്താവിന് എനിക്ക് പലപ്പോഴും ശുശ്രൂഷിക്കാൻ പോകാൻ അവസരങ്ങൾ ലഭിച്ചിട്ടും പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം ബിനോയിച്ചാൻ പോകും. ബിനോയിച്ചാന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോകും. അങ്ങനെ ഞങ്ങൾക്ക് സഹോദരങ്ങളെ പോലെ സ്തോത്രം, ഞങ്ങളുടെ പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം പലപ്പോഴും അവസരങ്ങൾ തരുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ കൈമാറപ്പെട്ട ദൈവിക ദൂതുകൾ ഇന്നും ഞങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് കർത്താവ് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് കാഴ്ചയ്ക്ക് ഒരല്പം പ്രയാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേരെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസനിലൂടെ നാവിലൂടെ വരുന്ന ദൈവിക ശബ്ദങ്ങൾ നമുക്കൊരനുഗ്രഹമാകട്ടെ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഇറങ്ങി വന്ന് നമ്മുടെ തലയെ കൈവച്ച് ദൂത് പറയുന്നൊരു ശുശ്രൂഷയാണ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുവാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടെങ്കിലും ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള ആ ഹൃദ്യമായ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് ടൈറ്റസ് അവരുകളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹീതമായ നല്ല നേരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള വാത്സല്യ ദൈവ ജനത്തോടൊപ്പം വിശേഷാൽ ഞാനേറെ കർത്താവിൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരണീയനും ബഹുമാന്യനുമായ എൻ്റെ എളിയ സഹോദരനും ഈ തലമുറയിൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ ഉപയോഗിച്ചു വരുന്ന പാസ്റ്റർ ജോബിൻ ജോസഫ് അവരുകൾ, നിങ്ങളോടൊപ്പം നിന്ന പകൽ എളിയവനും എൻ്റെ ഇളയ മകനും ഒന്നിച്ച ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദിയിൽ ഒരിക്കൽ കൂടെ നിൽക്കുവാൻ കർത്താവിനോടും കൃപ ചെയ്തതോർത്ത് ഞാൻ ആ ദൈവത്തെ വാഴ്ത്തുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
ഈ ദൈവസഭയോടെ ബന്ധത്തിൽ പ്രാരംഭമായി ശുശ്രൂഷയ്ക്ക് കടന്നു വന്നത് 1996 എന്ന കാലയളവിലായിരുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. ആ കാലങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം നിങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ സംബന്ധിപ്പാനുള്ള അവസരം ദൈവം നൽകി. ഈ PMG പ്രസ്ഥാനത്തിൽ കേരളത്തിൽ ഉടനീളമുള്ളതായ സഭകളിൽ കടന്നുപോയി ധാരാളം ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി വരുന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ കടന്നു വന്ന കാലങ്ങളിലെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ജനത്തെ മുഴുവനും എനിക്ക് നന്നായി കാണാമായിരുന്നു. ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങി നിന്ന് ദൈവാത്മാവിനെ ഭരമേൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നു. എന്നാൽ എൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എങ്കിലും വിശ്രമമില്ലാതെ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ഓടുവാൻ ദൈവാത്മാവ് എന്നെ ബലപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ചിലത് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വരുവാൻ ഭവനത്തിൽ ഒരുക്കത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ചിന്ത എന്നെ എൻ്റെ ചിന്തകളിലേക്ക് വരുവാനിടയായി. കാലങ്ങൾക്ക് മുൻപ് അവിടെ കടന്നുപോയി ശുശ്രൂഷിച്ചപ്പോൾ ജനത്തെ മുഖാമുഖം കണ്ട് ശുശ്രൂഷിപ്പാനിടയായി. ഇന്ന് കടന്നു പോകുമ്പോൾ അത് കഴിയുന്നില്ലല്ലോ എന്ന അല്പമായൊരു ഭാരം ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ എന്നെ വീണ്ടെടുത്തവനും എന്നെ വിളിച്ച് ശുശ്രൂഷയ്ക്കാക്കിയവനും ഒരു മൃദുസ്വരത്തിൽ എന്നോട് പറഞ്ഞൊരു ദൂത, ഞാൻ എൻ്റെ ജനത്തിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കും, ഞാൻ ആലോചന അവർക്ക് കൈമാറും, എൻ്റെ കണ്ണവരുടെ മേൽ പതിക്കും, ഞാൻ നോക്കേണ്ടുന്നവനെ നോക്കും, ഞാൻ കാണേണ്ടുന്നവനെ കാണും, ഞാൻ അവൻ്റെ ഹൃദയ നിലവാരം അറിഞ്ഞ ഇന്ന് ആമേ എൻ്റെ ജനത്തോട് ഇടപെടും എന്ന ഒരു ദൈവശബ്ദം എൻ്റെ അകത്തളത്തിൽ മുഴങ്ങിയപ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവപാദപീഠത്തിൽ ഇന്ന് പകൽക്കാലമായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ. ആത്മാവെനിക്ക് നൽകുന്നൊരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. തേജോമനായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകലാം ഇതിനകത്തളങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ ഇന്ന് പകലും അടുത്തു വരുന്നു. കഴിഞ്ഞ രാത്രികളിൽ കഴിഞ്ഞ പകല ഞങ്ങളോട് ഇടപെട്ട മഹാദൈവത്തിൻ്റെ കൃപ ഇന്ന് പകലും ഞങ്ങളുടെ മേൽ അവിടുന്ന് വെളിപ്പെടുത്തണം. ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന, വചനപ്രകാശനത്തിനെതിരെ വ്യാപരിക്കുന്ന, ദേശത്തെ അടക്കി വാഴുന്ന ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സഭയായി ഒരുമനപ്പെട്ട ശാസിച്ചവയുടെ മേൽ ജയം പ്രഖ്യാപിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണം. തിരുവെഴുത്തിൽ നിന്ന് സംസാരിക്കേണ്ടതിന് എളിയവനും ക്രൂശിൻ്റെ മറവിൽ മറയുന്നു, അതരത്തിൽ കൃപ പൊഴിയും. യേശുമൂലം പ്രാർത്ഥിക്കുന്നത്
ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. പൂവിലും മണമേറും പൊന്നിലും ഒളി ചിന്നും, പൂവിലും മണമേറും പൊന്നിലും ഒളി ചിന്നും, തേനിലും മാധുരാമേ നിൻ വചനം, തേനിലും മാധുരാമേ നിൻ വചനം, രാവിലും പകലിലും ജീവനായി ഭവിച്ചിടാൻ, രാവിലും പകലിലും ജീവനായി ഭവിച്ചിടാൻ, ഭാവിയനും ഗ്രഹം ആക്കിടണേ, ഭാവിയനും ഗ്രഹം ആക്കിടണേ, വാഞ്ചിതമരുളിടം വാനവർക്കതിവാ നീ വന്നിടുക, വരം തന്നിടുക, വാഞ്ചിതമരുളിടം വാനവർക്കതിവാ നീ വന്നിടുക, വരം തന്നിടുക, മന്ദമനസ്സുകളിൽ ഉന്നത ബലത്തോടെ, മന്ദമനസ്സുകളിൽ ഉന്നത ബലത്തോടെ ചെന്നിടണേ തവാ നിൻ വചനം, ചെന്നിടണേ തവാ നിൻ വചനം, വന്നു നിന്നടിയാങ്ങൾ നിന്നെ വണങ്ങാനരുൾ, വന്നു നിന്നടിയാങ്ങൾ നിന്നെ വണങ്ങാനരുൾ ചെയ്യണമേ കൃപ, ചെയ്യണമേ, ചെയ്യണമേ കൃപ, ചെയ്യണമേ, വാഞ്ചിതമരുളിടം വാനവർക്കതിവാ നീ വന്നിടുക, വരം തന്നിടുക, വാഞ്ചിതമരുളിടം വാനവർക്കതിവാ നീ വന്നിടുക, വരം തന്നിടുക. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ വചനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ധ്യാനിക്കാം. ദൈവ വചനത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ ഓർപ്പിക്കുന്നത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, നശിച്ചു പോകുന്നവർക്ക്, അടുത്തതാ ഇത്രയും നിങ്ങൾക്കറിയാം, ദൈവശക്തിയുമാവും. ആമേൻ. എല്ലാവരും ആ ഒരുമിച്ച് ആ വചനം ഒന്ന് പറഞ്ഞേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ആമേൻ. ദൈവവചനം നമുക്ക് എന്താണ്? ദൈവശക്തിയുമാകും. വചനം കേൾക്കുമ്പോൾ നമുക്ക് വെറും അതൊരു കേൾവിയല്ല. വചനം കേൾക്കുമ്പോൾ നമുക്കത് വെറും ഒരു കേൾവിയല്ല. അത് കേൾക്കുന്ന നമുക്കതെന്താ? ഉടപനകൽക്കരാധീൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിദ്യാഭ്യാസം ചെയ്തവരാണെന്നറിയാം, വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. നാം പഠിച്ച പുസ്തകങ്ങളിൽ വായിച്ചതായ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഇവിടെ ആരും ദൈവശക്തി എന്ത് ചെയ്തിട്ടില്ല? അനുഭവിച്ചിട്ടില്ല. സ്കൂളുകളിൽ, കോളേജുകളിൽ നമ്മെ അധ്യാപകർ പഠിപ്പിച്ചപ്പോൾ നാം ക്ലാസ്സിലിരുന്ന് ആരും ദൈവശക്തി അനുഭവിച്ചിട്ടില്ല. നാം ഇവിടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്.
നാം ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ആ കേൾവിയിൽ ആരും ദൈവശക്തി അനുഭവിച്ചിട്ടില്ല. വിവിധമായ സന്ദേശങ്ങൾ ശ്രവിച്ചവരാണ് ഇതിനകത്തിരിക്കുന്നവർ. ആ സന്ദേശങ്ങൾ ശ്രവിച്ച സമയത്ത് ആരും തന്നെ ദൈവശക്തി അനുഭവിച്ചിട്ടില്ല. എന്നാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആര് എവിടെ കേട്ടിട്ടുണ്ടോ ആ കേൾവിയുടെ നടുവില് അനുഭവിച്ചറിയുന്ന ഒരു ദൈവശക്തി, അതനുഭവിച്ചറിയുന്ന ദൈവത്തിന്റെ ജനം കരമടിച്ചതരം തുറന്ന് ഇന്ന് പകൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നിടത്ത്, ദൈവത്തിന്റെ വചനം വായിക്കുന്നയിടത്ത്, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നയിടത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകല് അത് ഇതിനകത്ത് വ്യാപരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഉടമന മദന ഗദന ഗദന ഗട ഗമന ഗദുരിയ അനഗട ഗമന ധുരയ രഗന ഗടഗദനയ അദുരിമന ഗടഗമന ജനസിയാരഗ അന്ധേമ മാമസി അന്തര ഉർത്തപ്രവാര ഗടഗദനകൽക്കിയ ഈ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആർക്കാണ് ഈ ദൈവശക്തി അനുഭവിക്കാൻ കഴിയുന്നത്? നിങ്ങളിൽ എത്ര പേര് വേദപുസ്തകം പൂർണ്ണമായി വായിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കരമുയർത്താനും ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നാല് പ്രാവശ്യം വേദപുസ്തകം പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്. എത്രയാ? 4 പ്രാവശ്യം. പക്ഷെ ഒരു കാര്യം, 4 പ്രാവശ്യം വിശുദ്ധ ബൈബിൾ, പഴയ നിയമവും പുതിയ നിയമവും അദ്ദേഹം പൂർണ്ണമായി വായിച്ചപ്പോഴും താൻ എന്തനുഭവിച്ചില്ല? പ്രൈസ് ദി ലോർഡ്. എന്ന് ഞാനും നിങ്ങളും വേദനയുടെ നടുവിൽ പുസ്തകം വിടർത്തി ഒരു ചെറു സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന നമ്മെ ആശ്വസിപ്പിക്കേണ്ടവന്, നമ്മെ ശക്തീകരിക്കേണ്ടവന്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നാം അനുഭവിച്ചിട്ടുണ്ട്. ഓ റാബാന റീബാന റിഗന ഹതലയാന സാന്തനാജയ. 4 പ്രാവശ്യം വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോഴും അദ്ദേഹം ദൈവശക്തി എന്ത് ചെയ്തിട്ടില്ല? അനുഭവിച്ചിട്ടില്ല. കുമരാട് കൺവെൻഷൻ, ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനാണ്. അതുകൊണ്ട് കൺവെൻഷനൊക്കെ പോകുമ്പോൾ കാണുന്നത് അവിടെ കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കന്മാർ വരാറുണ്ട്. ചിലരൊക്കെ വന്ന് 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ബൈബിൾ വചനമാണ് എന്ത് ചെയ്യുന്നേ പറയുന്നത്. അവർ രക്ഷിക്കപ്പെട്ടതുകൊണ്ടല്ല, ജനത്തെ എന്തിനാ? ആകർഷിക്കാനാ. അവരൊക്കെ നന്നായി വേദപുസ്തകം വായിച്ചവർ, അവരാരും ഈ വചനത്തിൻ്റെ ശക്തി രുചിച്ചറിഞ്ഞവരല്ല. എന്നാൽ ഇന്ന് പകല് ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന് പറയാൻ കഴിയും, എനിക്ക് തിരുവെഴുത്ത് വെറും ഒരു കേൾവിയല്ല. ഇതാർക്കാ ദൈവശക്തി? രക്ഷിക്കപ്പെട്ട നമുക്കോ എന്നാണോ? രക്ഷിക്കപ്പെടുന്ന. യെസ്, കാലങ്ങൾക്ക് മുൻപ് രക്ഷിക്കപ്പെട്ടവരാണ് ഇതിനകത്തിരിക്കുന്നത്.
എന്നാൽ നമ്മുടെ പ്രത്യേകത ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതിൽ തൃപ്തിയടങ്ങുന്നവരല്ല. രക്ഷയുടെ രണ്ടാം ഘട്ടമായ ആ രക്ഷയുടെ പ്രോസസ്സിങ്ങിലൂടെ കടന്ന് അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാ ഞാനും നിങ്ങളും. രക്ഷയ്ക്ക് 3 കാലഘട്ടമുണ്ട്. ഒരിക്കൽ നാം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. എൻ്റെ 10ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടാൻ കർത്താവ് കൃപ നൽകിയത്. പ്രായാധിക്യത്തിലാ ഉള്ള പ്രായം ചെന്ന 2 വലിയമ്മച്ചിമാരും 1 വലിയപ്പച്ചനും 4മതൊരുവൻ ഞാനാ. 10 വയസ്സ്. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എത്രാമത്തെ ദിവസമെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു രാത്രി യോഗത്തിൽ വീണ്ടും ജനനം, വീണ്ടെടുപ്പ്, രക്ഷ എന്ന ഭാഗത്തെക്കുറിച്ചുള്ള പ്രസംഗം എൻ്റെ ചെറിയ പ്രായത്തിൽ ശ്രവിപ്പാൻ ഭാഗ്യം ലഭിച്ച ആ രാത്രിയിൽ ഞാൻ ആ 3 പേർക്കൊപ്പം എഴുന്നേറ്റ് നിന്ന് എൻ്റെ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റവും പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസം അതാ, ഞാൻ രക്ഷിക്കപ്പെട്ട ആ ദിവസം. മറ്റേതു ദിവസത്തേക്കാൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസം അതാ, ഞാൻ രക്ഷിക്കപ്പെട്ടതായ ദിവസം. നിങ്ങൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മിൽ പലരുടെയും സന്തോഷം നമ്മൾ ആദ്യമായി കമ്മിറ്റി മെമ്പർ ആയതിൻ്റെ സന്തോഷം. സ്തോത്രം. നമ്മൾ ആദ്യമായി സഭയുടെ മെമ്പർഷിപ്പ് കിട്ടിയതിൻ്റെ സന്തോഷം മറ്റു പലതുമാണ്. എന്നാൽ നമ്മുടെ സന്തോഷം ക്രിസ്തു യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടതായിരിക്കണം. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, രക്ഷയുടെ സന്തോഷം എനിക്ക്, അതിനപ്പുറത്ത് മറ്റൊരു സന്തോഷം നമുക്ക്. പ്രീസലോ. അപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് പകലും തിരുവെഴുത്തിന്റെ മുൻപിൽ രക്ഷിക്കപ്പെടുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന, യഥാസ്ഥാനപ്പെടുന്ന, മടങ്ങി വരുന്നവനാണ് തിരുവെഴുത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാനിടയാകുന്നത്. ആമേൻ. അപ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ വചനം നമുക്ക് ദൈവശക്തിയാണ്. ഇത് നമ്മുടെ മേൽ പെയ്തിറങ്ങുന്ന ദൈവത്തിൻ്റെ മാരിയാണ്, ദൈവത്തിൻ്റെ മഴയാണ്. ആമേൻ. ദൈവവചനം ഹല്ലേലൂയ പൊടിമഴ പോലെ, മാരി പോലെ, മഞ്ഞ് പോലെ ഒക്കെ ദൈവജനത്തിൻ്റെ മേൽ പെയ്തിറങ്ങുമെന്ന തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായിരിക്കാൻ പ്രാർത്ഥനയോടെ വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് അടുത്തു വരാം. നാം ഇവിടെ വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-5 വാക്യം. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തിന്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഒരിക്കൽ കൂടെ വായിക്കാം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ആമേൻ. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ വായ് ഇവിടെ അരുളി ചെയ്തിരിക്കുന്നത്? യഹോവയുടെ മഹത്വം. യെസ്. എന്താണ് ഉറക്കെന്ന് പറഞ്ഞേ? യഹോവയുടെ മഹത്വം വെളിപ്പെടും, ആമേൻ. സകല ജഡവും അതിനെ കാണും. എനിക്ക് ഇവിടെ വന്നപ്പോഴേ ഈ കാഴ്ച കുറവുണ്ട് എനിക്ക്. എന്നാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെവിയും കൂടെ അടിച്ചു പോയേ, വലത് ചെവിയും കൂടെ അടിച്ചു പോയെന്നൊരു ചെറിയ സംശയം കൂടെ ഉണ്ട്. കാര്യം എഴുന്നേറ്റ് നിൽക്കുന്ന സമയം മുതൽ ഈ ലെഫ്റ്റ് സൈഡ്, ഈ സൈഡിൽ നിന്ന് മാത്രമാണ്, ഈ ചെവി മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. വലത് ചെവി എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗത്തിരിക്കുന്നവർ മാത്രം ഒരു 3 ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സത്യമായിട്ട് എൻ്റെ ചെവി അടിച്ചു പോയതല്ല, അവർ വാതുറക്കാതിരുന്നതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെന്നെ പേടിപ്പിച്ച് കളഞ്ഞു. സ്തോത്രം. അപ്പം നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ
ആമേൻ ആമേൻ. ഒരുമിച്ച് നാം കർത്താവിന് എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ഇവിടെ യഹോവയുടെ വായ അരുളി ചെയ്തത്, ആമേൻ, യഹോവയുടെ മഹത്വം വെളിപ്പെടും. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപാദവിടത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ കൈമാറുന്ന ദൂത ദൈവ മഹത്വം നമുക്ക് വെളിപ്പെടാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ, കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, വാഴ്ത്തത്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഉറപ്പുള്ളത് ഞാൻ കരമടിച്ച ആദരം തുറന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഉടരതലഘടകദന അടഗദഗടഗദരഗനെ സമനരദനഗടഗദന അതുരഗമനഗടഗജഗദനയ അന്തൽ പ്രഭാതരാധകേരിയാനഗസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എണ്ണി തീർക്കുന്ന ദിവസങ്ങൾക്കകത്ത് കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിന്, നിന്റെ കുടുംബത്തെ അലങ്കരിക്കേണ്ടതിന് നിനക്കായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് ദൈവമൈതലേ നിന്റെ കണ്ണാൽ നീ കാണാൻ പോകുകയാണ്. അത് വിശ്വസിച്ച് ആരാധിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഈ ജനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന, ഇവിടെ കുടുംബങ്ങൾക്കകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന, തലമുറ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക തേർവാഴ്ചകളെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് വെട്ടുകയാ. അഴിയട്ടെ. ഈ വേദിയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഗൗരവമായി ഇടപെടുന്നൊരു ദൂത ഈ ജനത്തിന് കൈമാറാൻ പറയുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി വളർച്ച, ദൈവമഹത്വത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്ന യൂത്തിന് വേണ്ടി, ദൈവം തന്നിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കരയണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. കൃപയിൽ നിൽക്കേണ്ട തലമുറയെ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി തലങ്ങളിൽ പ്രവേശിച്ച ആത്മമണ്ഡലത്തിൽ ജ്വലിക്കേണ്ട തലമുറകളെ ദൃഷ്ടി വയ്ക്കുന്ന ഒരു പൈശാചിക മേഖല അവന ഈ PMG പ്രസ്ഥാനത്തിന്റെ ഈ ഒരിക്കലൊരു സഹോദരി പറഞ്ഞൊരു വാക്ക് അവളുടെ പ്രസവ സമയത്താ പറഞ്ഞത്. വേദനയോടൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ പറഞ്ഞു,
ഒരാൺകുഞ്ഞാണ് ജനിച്ചെന്നവളോട് പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാൻ പോലും മനസ്സില്ലാതെ അവൾ പ്രസവ വേദനയേക്കാൾ ഹൃദയത്തിൽ വലിയ വേദന വന്നിട്ട് അവൾ പറഞ്ഞൊരു വാക്ക്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി പറഞ്ഞ കാലം ഞാൻ പറയാം. ഇസ്രായേലിലെ ഒരനുഗ്രഹീത പുരോഹിതന്റെ തലമുറ വഴുതെറ്റിപ്പോയൊരു കാലം. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആത്മാവ് കൈമാറുന്നു. ഈ പ്രസ്ഥാനത്തിന് അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരെ ദൈവം തന്നിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കരയാൻ, ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ദർശനത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവത്താൽ നിയുക്തരായ ഏലി പുരോഹിതന്മാരുണ്ട്, അഭിഷക്ത ഗണങ്ങളുണ്ട്. എന്നാൽ തുറന്നാത്മാവിടപെടുകയാണ്. അഭിഷക്തന്മാരുടെ തലമുറയിലൂടെ പിശാച് സഭയ്ക്കെതിരെ എഴുന്നേൽക്കുവാൻ വാദിച്ചു നിൽക്കുന്ന വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൈമാറുകയാ. ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാ. Praise the Lord. ദൈവഭക്തന്മാരുടെ തലമുറകളെ ഞാൻ ഭയപ്പെടുന്നു ഈ വെളിപ്പാട് ആത്മാവ് കൈമാറുന്നതുകൊണ്ട്. വരും കാലങ്ങളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി തീപ്പന്തങ്ങളായി ശോഭിക്കേണ്ടതിന് ദൃഷ്ടി വയ്ക്കുന്ന പൈശാചിക മണ്ഡലം, എന്നിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിച്ച നാൾ മുതൽ ഇന്നയോളം ഇതിനകത്ത് വിളങ്ങി തിളങ്ങി നിന്ന ദൈവമകത്വം ഇതിനകത്ത് നിന്ന് പോയി കളയേണ്ടതിനാ. അടുത്ത ഇത് വഹിക്കാനുള്ള തലമുറയെ തകർത്തു കളയേണ്ടതിനാ. വാദിച്ചു വരുന്ന വ്യാപാര ശക്തികൾ തീക്കനൽ വാരിക്കൂട്ടുന്നത് പോലെ ഒരു തലമുറയെ ദൈവത്തിന് വേർതിരിപ്പാനുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിലാകട്ടെ, ഈ സഭയ്ക്കകത്താകട്ടെ, ദൈവാത്മാവ് യൂത്തിന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുതിയ തലം കൈമാറാൻ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. അവർക്കായി ദൈവാത്മാവ് ഒരുക്കുന്ന അഭിഷേകത്തിന്റെ കൈമാറ്റത്തിനൊരുക്കുന്ന ശുശ്രൂഷകൾ എന്തായി മാറരുത്? ഒരു ശബ്ദ മലിനീകരണമായി. എത്രത്തോളം നിങ്ങളത് ഗൗരവമായി ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ശബ്ദ മലിനീകരണമായി മാറരുത്. പാപബോധമുണ്ടാക്കുന്ന ഉണർവായി മാറണം. ചുബാലബനക ശമനകൽക്കയ പാപബോധം, കുറ്റബോധം, പശ്ചാത്താപമുണ്ടാക്കുന്ന ഒരു ഉണർവായി മാറണം. ആത്മാവിന്റെ ആരാധനകൾ, കൂടിവരവുകൾ അത് വെറും ഒരു ശബ്ദ മലിനീകരണമായി മാറരുത്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളതായ ആത്മീക ശുശ്രൂഷകൾ ധാരാളം യൂത്തിൻ്റെ നടുവിൽ നടക്കുന്നെങ്കിലും അതൊക്കെ വെറും ഒരു ശബ്ദ മലിനീകരണം. കീബോർഡിൻ്റെയും ഗിറ്റാറിൻ്റെയും റിതം പാഡിൻ്റെയും സിംഗേഴ്സിൻ്റെയും
ശബ്ദതരംഗങ്ങൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ശബ്ദ മലിനീകരണമായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനത്തിന് അല്ലെങ്കിൽ ഈ യുവതലമുറകൾക്ക് അവർ ചെയ്യുന്ന പാപത്തെക്കുറിച്ച്, അവർ പോകുന്ന തെറ്റായ വഴിയെക്കുറിച്ച് ഒരു കുറ്റബോധമില്ലാതെ ഈ ശബ്ദ മലിനീകരണത്തിനുള്ളിൽ അവർ ഇഴുകിച്ചേർന്ന് അതാണ് ഒരു ഉണർവായി കാണുന്ന ഒരു തലമുറയായി മാറുമ്പോൾ സഭ ഈ ദിവസങ്ങൾ കരയാൻ തുടങ്ങണം. സഹോദരി പറഞ്ഞത് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ കേട്ടിട്ടുണ്ട് PMGയുടെ പ്രാരംഭകാലം. സഭ ഇത്രത്തോളം വളരുന്നതിന് മുൻപ് എൻ്റെ പ്രാരംഭകാലം ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓർക്കാറുണ്ട്. ഞങ്ങളുടെ IPC ആറ്റിങ്ങൽ സെൻറ്ററിൽ എല്ലാ വർഷത്തിൻ്റെയും ജൂലൈ മാസം 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കാറുണ്ട്. ഞങ്ങൾ സഭകൾ, സെൻറ്ററിലെ എല്ലാ സഭകളും ഒന്നിച്ചുള്ള സെൻറ്ററിൻ്റെ ഉപവാസ പ്രാർത്ഥന. കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ സഭ ആ സെൻറ്ററിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പ്രിയ ജോബൻ പാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവിടെ ഉപവാസം നടക്കുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ടീം എന്ന് പറയുന്നത് യഹോവയെ പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തണം. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങൾ, ആ കാലങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. 1996 മുതലാണ് ഞാൻ PMGയിൽ ശുശ്രൂഷിക്കുന്നത്. അന്ന് ഈ കൂട്ടായ്മയിൽ ഒരു സഭയ്ക്കകത്തേക്ക് ഒരു വ്യക്തി കയറി വന്നാൽ കുറഞ്ഞത് 4-5 പേർ ആത്മാവിൽ ഒരുപോലെ ജനത്തോട് ദൂത് കൈമാറും. അഭിഷക്തന്മാരും വിശ്വാസ സമൂഹവും. വന്ന് കയറുന്നവന് പാപബോധം വന്നിട്ട് ഈ ദൈവത്തെക്കുറിച്ച് അവൻ തിരിച്ചറിയും. എന്നിട്ട് അവൻ അന്ന് രക്ഷിക്കപ്പെട്ട ഹോൾ വിട്ട് ഇറങ്ങിപ്പോകത്തുള്ളൂ. ഇന്നോ പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് ഈ ദിവസങ്ങൾ കരയാനുള്ള ഒരു കാലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഏറെ പ്രാർത്ഥിക്കാനൊരു കാലഘട്ടത്തിലേക്ക്. അന്ന് ഐക്യതയോടെ കരയുന്നൊരു തലമുറ ഇതിനകത്തുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ദൈവദാസന്മാരെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏകജനമായിരുന്നു. ഞാൻ തുറന്നങ്ങ് സംസാരിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അന്ന് PMG പ്രസ്ഥാനത്തിൽ ഞങ്ങളുടെ അഭിഷക്തന്മാരെ ദൈവാത്മാവ് ഉപയോഗിക്കണമെന്ന് ഏകസ്വരത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏകജനമായിരുന്നു. ഇന്നത് മാറി. ഇന്ന് ഞങ്ങളുടെ ദൈവദാസനെ ഉപയോഗിക്കണമേ, ഞങ്ങളുടെ ദൈവദാസന് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഏകജനമല്ല പ്രാർത്ഥിക്കുന്ന. പിന്നെ ഈ ജനത്തിൽ ഒരു ഗ്രൂപ്പ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ 2 പാനലാണ്. ഒരു പാനലിലുള്ളവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി 21 ദിവസം ഇരിക്കും. ഈ പാനൽ എന്ത് ചെയ്യണം? കർത്താവ് ജയിപ്പിക്കണം. അടുത്ത പാനലിലുള്ളവർ മറ്റൊരു സ്ഥലത്ത് 40 ഇരിക്കും. അവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഞങ്ങളുടെ പാനലിലുള്ളവരെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ചെയ്താട്ട് ദൈവം തമ്പുരാൻ ഈ 2 കൂട്ടരുടെ ഉപവാസത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ പൈതലേ, ദൈവസഭയുടെ നടുവിൽ ദൈവമഹത്വം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. എനിക്കറിയാം, ഞാനിവിടെ വന്നിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ശുശ്രൂഷിച്ച ഭാഗം തൊട്ട് ദൈവം ഇടപെട്ട കാര്യം ദൈവദാസനെ ഓർപ്പിച്ച്. എന്താ വചനം? ഏതായിരുന്നു? യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് തടുക്കുന്നവൻ. ഈ വചനമൊക്കെ എടുത്ത് പ്രസംഗിക്കുമ്പോൾ
ആത്മാർത്ഥതയോടെ കരമടിച്ച് സ്തോത്രം പറയാൻ നമുക്ക് കഴിയും. കാരണം അത് നമുക്ക് സുഖം തരുന്നൊരു വചനമാ. എന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ കഴിയാതെ നാം എവിടെയോ കുറവുള്ളവരായി പോയെന്ന് ആത്മാവിടപെട്ടാൽ അതിന്റെ മുമ്പിൽ ഹൃദയമൊന്ന് തുറക്കാൻ നമുക്ക് അത്ര പെട്ടെന്ന് കഴിയത്തില്ല. രക്തത്താൽ ജയം. എന്നാൽ പരിശുദ്ധാത്മാ പറയട്ടെ, നമുക്കൊന്ന് കരയാനുള്ള സമയമാണ്. ദൈവാത്മാവ് നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കുന്നു, കണ്ണുകൾ നനഞ്ഞൊന്നൊഴുകിയിട്ട് എത്ര കാലമായി? കിടക്കറ കണ്ണുനീർ കൊണ്ട് കുതിർന്നിട്ട് കാലം എത്രയായി? അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയപ്പോൾ പണ്ടത്തെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് എവിടെയോ കുറവ് സംഭവിച്ചില്ലേ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്ന, നമുക്ക് അവിടേക്കൊന്ന് മടങ്ങി വരാം. എന്നാൽ പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഓർപ്പിച്ചതുപോലെ യഹോവയുടെ മഹത്വം വെളിപ്പെടും. ആമേൻ. ദൈവം വെളിപ്പെടുത്തുന്ന മഹത്വം ഇതാണ്. ചില പോയിന്റിൽ കൈമാറി പ്രാർത്ഥിക്കാൻ പോകുന്നത്. 4 മേഖലയിൽ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. 1, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ശത്രുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. 2, ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടും. 3, കുടുംബങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടും. 4, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടും. 1, ശത്രുവിൻ്റെ മേൽ വെളിപ്പെടുന്ന മഹത്വം. 2, ദേശത്തിൽ വെളിപ്പെടുന്ന മഹത്വം. 3, കുടുംബത്തിന് വെളിപ്പെടുന്ന മഹത്വം. 4, വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുന്ന മഹത്വം. കമ്പിവാചകത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1, ശത്രുവിൻ്റെ മേൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയും. ആമേൻ. ഇവിടെ ഫറവോനിലും അവന്റെ രഥങ്ങളിലും അവന്റെ കുതിരപ്പടയിലും അവന്റെ സൈന്യത്തിലും ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയും. ആമേൻ. ഒന്നാമത്തെ മഹത്വം ശത്രുപടയുടെ മേൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. ആമേൻ. ശത്രുവിൻ്റെ 1-2 പ്രവൃത്തി ഞാൻ കമ്പിവാചകത്തിൽ പറയാം. 1, ശത്രു നമ്മെ ഞെരുക്കും. നമ്മെ ഞെരുക്കുന്ന ഒരുത്തനാണ് ആരാ? പറഞ്ഞേ, ശത്രു. സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നു, നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമൂതണം. അപ്പൊ ശത്രു 1 നമ്മെ എന്ത് ചെയ്യും? ഞെരുക്കും. 2, ശത്രു ചെയ്യുന്നത് നമ്മെ പിന്തുടരും. ശത്രു എപ്പോഴും ദൈവമക്കളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പിന്തുടർന്നുകൊണ്ടിരിക്കും. ആമേൻ. ഞാൻ ആ ഭാഗത്തിലേക്ക് പിന്നാലെ വരും. 2, ശത്രു ചെയ്യുന്നത് നമുക്കെതിരെ കള വിതയ്ക്കും. ഒരു മനുഷ്യൻ വിത്ത് വിതച്ചിട്ട് പോയി കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നിട്ട് അവൻ എന്ത് ചെയ്യും? കള വിതയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവാത്മാവ് ദൈവജനത്തോട് പറയുന്നത്, ശത്രുവിൻ്റെ ആ തന്ത്രങ്ങളെ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതിനോട് പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശത്രു കള വിതയ്ക്കാൻ വന്നാലും
ശത്രു ഞെരുക്കാൻ വന്നാലും ശത്രു പിന്തുടർന്നാലും ദൈവ പൈതലിന് പറയാൻ കഴിയും, അവൻ ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. എനിക്ക് വിരോധമായി കള വിതയ്ക്കാൻ വന്നാൽ, അവൻ എന്നെ പിന്തുടർന്ന് പോരാടിയാൽ, അവൻ എന്നെ ഞെരുക്കാൻ വന്നാൽ, അവന്റെ മുൻപാകെ എനിക്ക് മേശയൊരുക്കുന്ന ഒരു നല്ല ദൈവം ഉയരത്തിലുണ്ട്. ആമേൻ. വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. ഇവിടെ ഇതാ ദൈവം ശത്രുവിൻ്റെ മേൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ആരാ ശത്രു? വായിക്കാം. 15-ാം അധ്യായം പുറപ്പാട് 9-ാം വാക്യം വായിച്ചേ. പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. സോദരം ചെയ്താണ് ഇവിടെ സാത്താൻ പറയുന്നത്, പിശാച് പറയുന്നത്, ഞാൻ പിന്തുടരും, പിടിക്കും, ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, ഞാൻ കൊള്ള പങ്കിടും. അടുത്തെനിക്ക് അവൻ പറയും എന്റെ ആശ പൂർത്തിയാക്കാം. എന്താ ആശ? അവരാൽ പൂർത്തിയാകും, ഞാൻ എന്റെ വാളൂരി അവരെ നിഗ്രഹിക്കും. അമ്മേൻ അധികം വിശദീകരിപ്പാൻ ആ ഭാഗത്ത് ആഗ്രഹിക്കുന്നില്ല. കമ്പിവാചകത്തിൽ പറയാം, പിന്തുടർന്ന് പിടിച്ച് കൊള്ള പങ്കിടും. അതാണ് പ്രാരംഭ ഭാഗം. പിന്തുടർന്ന് പിടിച്ച് ഭൗതിക മണ്ഡലത്തെ അപഹരിക്കും. രക്തം ജയം, രക്തം ജയം. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന സഭയ്ക്ക് കൈമാറുന്നൊരു ദൂത്, നിന്നെ പിന്തുടരുന്നൊരു പൈശാചിക ശക്തിയുടെ ലക്ഷ്യം നിന്റെ ഭൗതികത്തെ അപഹരിക്കാൻ വേണ്ടിയാണ്. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന, നിന്റെ തലമുറയ്ക്ക് ദൈവം കൈമാറിയിരിക്കുന്ന, നിനക്ക് അനുഭവിപ്പാൻ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപടിക്ക് ചിലവിട്ട് ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഭൗതിക മണ്ഡലത്തെ മറ്റൊരു തലത്തിൽ ഒഴുക്കിക്കളയേണ്ടവന്, അവനെ അപകരിച്ച നാശനഷ്ടങ്ങൾ വരുത്തേണ്ടവന് പിന്തുടരുന്ന ചില പൈശാചിക വ്യാപാരങ്ങള് ഇന്ന് പകൽ ആത്മാവ് വെട്ടാൻ പോകുകയാണ്. ആത്മാവിനെ ദൂതേറ്റെടുത്ത് ആരാധിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഭൗതിക മണ്ഡലത്തെ ദൃഷ്ടി വയ്ക്കുന്ന വ്യാപാര ശക്തി അധ്വാന ഫലത്തെ വിഴുങ്ങിക്കളയാൻ പിന്തുടരുന്ന പൈശാചിക വ്യാപാരം യേശുവിന്റെ നാമത്തിന് ഇന്ന് പകൽ ദൈവാത്മാവ് അതിനെ വെട്ടട്ടെ. ദൂത് ശ്രദ്ധിച്ചേ. എവിടെ നിന്നാണ് ഇസ്രായേൽ മക്കൾക്ക് ഈ ഭൗതിക നന്മ അവരുടെ കയ്യിൽ വന്നത്? നമുക്ക് പറയാൻ കഴിയും, മിസ്രൈമിൽ നിന്നാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന അധ്വാന ഫലം, ഇവരുടെ കയ്യിലിരിക്കുന്ന ഭൗതിക നന്മ ഇവരുടെ അധ്വാന ഫലമാണോ? സഭ എന്ന് പ്രതികരിച്ച അധ്വാന ഫലമാണോ? അല്ല. കാരണം ഇവർ മിസ്രൈമിൽ 430 സംവത്സരമായിരുന്ന സമയത്ത് ഇവർ അവിടെ വേല ചെയ്തു. പക്ഷെ എന്തില്ലാത്ത വേലയാ? കൂലിയില്ലാത്ത വേല. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നവർ ഊഴിയമാരായി തീർന്നു. ഊഴിയ വേല. ഊഴിയ വേല എന്ന് പറഞ്ഞാൽ അർത്ഥം കൂലിയില്ല, ആഹാരം കഴിക്കാൻ എന്ത് ചെയ്യും? ആഹാരം കൊടുക്കും. ആമേൻ. അല്പമായ വിശപ്പടക്കാൻ ആഹാരം കൊടുക്കും. എന്തില്ല? കൂലിയില്ല. അതാണ് ഊഴിയ വേല. എന്നാൽ ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവരുടെ കൈ നിറയെ ഭൗതിക നന്മ ഇവിടെ കയ്യിൽ വന്നു. ഇതെവിടെ നിന്ന് വന്നു? ഞാനൊരു കാര്യം പറയാം. ഇവർ മിസ്രൈമിൽ എത്തുന്നതിന് കാലങ്ങൾക്ക് മുൻപ്, അബ്രഹാമിന് തലമുറ ഉണ്ടാകുന്നതിന് മുൻപ്
അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വചനമുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അവൻ പോകും, അവിടെ പാർക്കും, അവിടത്തുകാർ നിന്റെ സന്തതിയെ പീഡിപ്പിക്കും, നിന്റെ സന്തതിയെ പീഡിപ്പിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. 400 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ സന്തതിയെ ഈ ദേശത്ത് മടക്കിക്കൊണ്ടുവരും. അടുത്തൊരു വാക്ക് അവിടെയുണ്ട്, അവർ ബഹു സമ്പത്തോടെ മടങ്ങി വരും. അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ആമേൻ. ഒരിക്കൽ ആ വചനം ഒന്ന് വായിച്ചോ. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. യെസ്. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നിങ്ങൾ ആ ദൂതൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ മുകളിലുള്ള വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചോ. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത. അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. നിങ്ങൾ ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് പോയിന്റ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് ആരായി? പ്രവാസികളായിരുന്നവരെന്ത് ചെയ്യും? ആ ദേശക്കാരെ. അപ്പോൾ നിന്റെ സന്തതി ആ ദേശത്ത് ആരായിരിക്കും? പ്രവാസികളായിരുന്ന് അവരെന്ത് ചെയ്യും? സേവിക്കും. അവർ കടിമയായിരിക്കും. അടുത്തത്, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. സെക്കൻഡ് പോയിന്റ്, അവർ എവിടെ പ്രവാസികളായിരിക്കുമോ അവിടെ അവർ എന്ത് ചെയ്യും? പീഡിപ്പിക്കപ്പെടും. അവർ അവിടെ പീഡന അനുഭവിക്കും. അടുത്തതാ, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അടുത്ത പോയിന്റ്, ഞാൻ അവരാരെ സേവിക്കുന്നുവോ അവരെ ആര് പീഡിപ്പിക്കുന്നവരെയോ അവരെ ഞാൻ വിധിക്കും. അടുത്തതാ, അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രവാസികളായിരുന്ന ജനം, പീഡകൾ അനുഭവിച്ച ജന മടങ്ങി വരുമ്പോൾ ഞാൻ അവരെ ബഹുസമ്പത്തോടുകൂടെ മടക്കിക്കൊണ്ടുവരും. സ്വതന്ത്രം ചെയ്താട്ട് അവ പീഡന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രവാസികളായിരിക്കുമ്പോഴും അവരെ മടക്കി അയക്കുമ്പോൾ അവരുടെ കൈ നിറയെ കരുതി കൊടുക്കേണ്ടവന് അവന്റെ കലവറയിൽ ദൈവ കരുതി സൂക്ഷിക്കുന്നൊരു നന്മയുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, ഈ ജനം 430 സംവത്സരം അവിടെ ആരായിരുന്നെന്ന ഈ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ആരായിരുന്ന? പ്രവാസികളായിരുന്നു. രണ്ടവർ അവിടെ എന്ത് ചെയ്തു? സേവിച്ചു, പീഡനകൾ അനുഭവിച്ചു. നിങ്ങൾ ആലോചിച്ചു, ഒന്ന് പ്രവാസികളാണ്, 2 അവർ അവിടെ എന്ത് ചെയ്യുക? പീഡന അനുഭവിക്കുന്നു. പ്രവാസികളായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരറിയാത്തൊരു കരുതൽ ദൈവം അവർക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ നീ ചില വേദനകളിലൂടെ, ചില പോരാട്ടങ്ങളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നിന്റെ ദൈവം നിനക്കായി സംഗ്രഹിച്ചു വെക്കുന്ന ചില കരുതലുകളാ, നിനക്കായി ഒരുക്കി വെക്കുന്ന ചില നന്മകളാ, നിനക്കായി കൈമാറാ അവൻ കരുതി വെക്കുന്ന ചില ദൈവ പദ്ധതികൾക്കായി ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഒരു കാര്യം കൂടെ പറയുമ്പോൾ അതിനോട് ചേർത്തൊന്ന് ചിന്തിക്കാം. ഒരപ്പന് 2 മക്കൾ, ഒരുത്തൻ എല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി. അപ്പൻ്റെ ഇഷ്ടപുത്രനാ, പക്ഷെ അപ്പനെ വിട്ട്, അപ്പൻ്റെ വീട് വിട്ട് അവൻ എന്ത് ചെയ്തു? ദൂരദേശത്തേക്ക് പോയി. അവൻ ദൂരദേശത്താ ഒരു മുതലാളിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പന്നികളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൻ്റെ വീട് വിട്ട മകൻ അകലങ്ങളിലായിരിക്കുമ്പോഴും അപ്പൻ അവൻ ഇവിടെ ചിലത് കരുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മടങ്ങി വരുമ്പോൾ അവന് ധരിപ്പിക്കാൻ ഉടുപ്പ, അവൻ്റെ കൈകളിൽ അണിയുവാൻ മോതിരം, അവൻ്റെ കാലിലിടുവാൻ ഭാമേൻ ചെരുപ്പ് എന്നിവ
അപ്പൻ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഇത് പ്രാപിക്കണമെങ്കിൽ നീ ഒന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് വരുവാ. ദൈവ പൈതലെ തയ്യാറാകണം. അകലങ്ങളിൽ ഇരിക്കുന്നവനെ അവന് വേണ്ടി പോലും കരുതിയ ഒരു അപ്പനാണെങ്കിൽ അവന് യഹോവ ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയായ തൻ്റെ ജനത്തിന് അവൻ എത്ര അധികമാണെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ഒന്ന്, സാത്താൻ ദൃഷ്ടി വയ്ക്കുന്നത് ഈ ജനത്തിന് ദൈവം കൈമാറിയ വാഗ്ദത്ത നന്മയെയാണ്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഞാൻ കൊള്ള പങ്കിടും. ഭൗതിക മണ്ഡലത്തെ ദൃഷ്ടി വയ്ക്കുന്ന ചില അന്ധകാര ശക്തി ഇന്ന് പകൽ ദൈവാത്മ വെട്ടി മാറ്റി നമുക്ക് ജയം കൈമാറാൻ പോകുകയാണ്. ട്രീറ്റ്മെന്റിന്റെ മറവിൽ യേശുവിന്റെ നാമത്തിൽ, ട്രീറ്റ്മെന്റിന്റെ മറവിൽ, ഗോസ്പൽ, അതെ, ഹോസ്പിറ്റൽ, ആമേൻ, ആ ചിലവിന്റെ മറവിൽ അനർത്ഥങ്ങൾ ഒരുക്കി രോഗങ്ങൾ വിതച്ച യേശുവിന്റെ നാമത്തിൽ ദൈവ പൈതലെ, നീയാകട്ടെ നിന്റെ തലമുറയാകട്ടെ അനുഭവിക്കേണ്ടുന്ന ഭൗതിക മണ്ഡലത്തെ വിഴുങ്ങിക്കളയാൻ നിന്നെ പിന്തുടരുന്ന ഒരു വ്യാപാര ശക്തി യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഉടമനമനമനകട ധീര 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 ആധാരാധര ജല ധര ജല. വേഗത്തിൽ മടങ്ങി വരാം. ഭൗതികം മാത്രമല്ല പിന്തുടരുന്ന ശത്രു ദൃഷ്ടി വയ്ക്കുന്നത്. അടുത്തവൻ പറയുന്നത്, എന്റെ ആശ അവരാൽ ഞാൻ എന്ത് ചെയ്യും? പൂർത്തിയാകും. എന്താണ് അവന്റെ ആശ? വാളൂരി എന്റെ കൈ അവരെ നിഗ്രഹിക്കും. ആമേൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വാളൂരി കൊല്ലാൻ, പ്രാണഹാനി വരുത്താൻ വരുന്ന വ്യാപാര ശക്തി യേശുവിന്റെ നാമത്തിലാണ്. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ആത്മാവിടപെടുകയാണ്. നിന്റെ പ്രാണന് വിരോധമായി, ഭൗതിക മണ്ഡലം മാത്രമല്ല, ദൈവം നിനക്ക് അനുവദിച്ചു നൽകുന്ന ആയുസ്സിനു മുൻപേ നിന്നെ കെടുത്തിക്കളയാൻ, നിന്നെ വെട്ടിമാറ്റി ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ കയറി വരുന്ന പൈശാചിക വ്യാപാരത്തെ തകർക്കുന്ന ദൈവത്തിന്റെ മഹത്വം. ഈ കഴിഞ്ഞ മാർച്ച് 30-ാം തീയതി 31-ാം തീയതി 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഭവനത്തിൽ ബെഡ്റൂമിൽ ഉച്ച കഴിഞ്ഞൊരു 4 മണിയായപ്പോൾ കയറി കിടക്കുക. നല്ല ഉറക്കമാണ്.
ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാ. എൻ്റെ പ്രിയപ്പെട്ടവൾ ഒരു പുത്തൻ ചുരിദാർ, ഒരു പുതിയ ചുരിദാർ. ഞാൻ കണ്ടിട്ടില്ല ആ ചുരിദാർ, പുതിയ ചുരിദാർ. അതിട്ടേച്ച് എന്നെ തിരിഞ്ഞു നോക്കി. ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ മുഖം സൂര്യനേക്കാൾ തേജസ്. ചെറുപുഞ്ചിരിയോടെ എന്നെ നോക്കിയേച്ച ഒരു യാത്രയ്ക്കായി ഇറങ്ങുന്നു. പെട്ടെന്ന് ഞാൻ ഉണർന്ന് ചാടി എഴുന്നേറ്റ്. എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല സ്വപ്നം അല്ല. പുതിയ ചുരിദാറൊക്കെ സഹോദരിമാർക്ക് ഇഷ്ടമാണ് അല്ലേ? ഓ, നിങ്ങൾക്ക് ഇഷ്ടമില്ല. പുതിയ ചുരിദാറൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, പുതിയ ഷർട്ടും പാൻറ്റും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവൾ ഒരു പുത്തൻ ചുരിദാർ ഇട്ടൊരു യാത്രയ്ക്ക് ഇറങ്ങുന്നൊരു കാഴ്ചപ്പാട് എന്നെ കാണിച്ചപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. അന്ധകാരത്തെ വെട്ടി ഞാൻ ഹാളിലോട്ട് ഇറങ്ങി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുടം വെള്ളം തലയ്ക്ക് മീതെ കോരി ഒഴിച്ച് കുളിച്ച് വരുന്നത് പോലെ നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ അടുത്തോട്ട് നടന്നു വന്നു. ഞാൻ കണ്ട സ്വപ്നം, അവളൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു. എൻ്റെ അടുക്കൽ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹിക്കാൻ കഴിയാത്ത നെഞ്ചുവേദന, വിയർത്തു കുളിച്ച് നിൽക്കുന്നു. പ്രാർത്ഥിച്ച് അന്ധകാരത്തെ വെട്ടി. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ സിറ്റിയിൽ വാമേൻ കേശവദാസുരത്ത് വീട്ടിൽ വന്നപ്പോൾ ക്ഷീണമുണ്ട്. നേരെ ജല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് പരിശോധിച്ചപ്പോൾ വലിയ അറ്റാക്ക. അഡ്മിറ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ICUയിൽ കയറി. 5 ദിവസം ICUയിലായിരുന്നു. ഞാൻ പറഞ്ഞതാ, പ്രാണനെതിരെ കയറി വരുന്നതിനെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവാത്മാവിനെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായി ഇടപെടുന്നു. കനത്ത ശോഭനയിൽ ചില കുടുംബങ്ങളെ കടത്തിവിടാൻ, പ്രാണന് വിരോധമായി ചില കുടുംബത്തിൻ്റെ തണലിനെ മുറിച്ചു മാറ്റാൻ യേശുവിൻ്റെ നാമത്തിൽ തലമുറയ്ക്ക് തണലായിരിക്കേണ്ടതിനെ വെട്ടിമാറ്റാൻ അടുത്തു വരുന്ന മരണത്തിന്റെ പടവാളിനെ തട്ടിമാറ്റുന്ന പ്രാർത്ഥന സഭയ്ക്കകത്ത് ഉയരട്ടെ. പൈശാചിക ശക്തി വാദിക്കുന്നത് എന്നോട് ആത്മാവ് ഇങ്ങനെ പറയുന്നു, പ്രയോജനമുള്ളതിനെ തുടച്ചു നീക്കാനായിട്ട്. അത് സഭയ്ക്കകത്ത് വിശ്വാസ സമൂഹത്തിലാകട്ടെ, അത് അഭിഷക്തന്മാരുടെ ഇടയിലാകട്ടെ, പ്രയോജനമുള്ളതിനെ തകർത്ത് കളയാൻ, പ്രാണകാരി വരുത്താൻ വാദിച്ചടുക്കുന്നതിനെ വെട്ടുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ വാള ഇന്ന് പകലിറങ്ങുന്നത് കാണുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവസഭയിലെ തലമുറകൾ ചിലതിനെ ആമൻ അകാലത്തിൽ പൊലിച്ചു കളയുവാൻ, അനർത്ഥത്തിൽ തകർത്തു കളയുവാൻ വാദിക്കുന്ന ചില വ്യാപാര ശക്തികളെ ഇന്ന് പകൽ ദൈവാത്മാവ് വെട്ടട്ടെ.
Yes. തീ ഇറങ്ങട. ദൈവ ശക്തി വ്യാപരിക്കട. ഞങ്ങളുടെ തലമുറകളെ ദൃഷ്ടി വയ്ക്കുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൃഷ്ടി വയ്ക്കുന്ന, പ്രാണനെതിരെ ദൃഷ്ടി വയ്ക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. സഭ പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കണമേ എന്നല്ല. സഭ പ്രാർത്ഥിക്കേണ്ടുന്നത്, കർത്താവേ, ഞങ്ങളിൽ ഒന്നിനെയും അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനു മുൻപ് ദുഷ്ടൻ പ്രാണഹാനി വരുത്തരുത്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ചിലതിനെ കഴിഞ്ഞ നാളിൽ ദൃഷ്ടി വെച്ചു. ഓ ജീസസ്, ഈ ജനത്തിന് ഞാൻ മുറിവ് വരുത്തി. ആ വാളിപ്പോഴും ഉറയിൽ കിടന്നിട്ട് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അടുത്ത ശോഭിക്കുന്ന നക്ഷത്രത്തെ കെടുത്തിക്കളയാൻ ഉറയിൽ രക്തദാഹിയായി കാത്തുകിടക്കുമ്പോൾ സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ആ പദ്ധതിയെ, ദാഹത്തെ തട്ടി അകറ്റിയതുപോലെ തുടരമന ശലകതരമ. ദൈവാത്മാവ് എനിക്ക് തന്നൊരു വെളിപ്പാട് ഞാൻ പറയാം. ജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അവർ പാർക്കുന്ന പാർപ്പിടം സംബന്ധമായ മണ്ഡലങ്ങളിൽ, അതിൻ്റെ അതിർത്തി തലങ്ങളിൽ ചില കുടുംബങ്ങൾക്ക് വിരോധമായി ചെയ്തുവിടുന്ന ആഭിചാര ക്രിയകൾ പ്രാണഹാനി വരുത്തി തകർക്കാൻ ചെയ്തുവിടുന്ന ചില മരണബന്ധനങ്ങൾ, പൈശാചിക പോരികൾ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്നു. ഗ്ലോറി, 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 ഹല്ലേലൂയ.
ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സാത്താൻ പറയുകയാണ്, പിന്തുടർന്ന ശക്തി പറയുകയാ, ഞാൻ പിന്തുടർന്ന് പിടിച്ച നന്മ എന്തു ചെയ്യും? കൊള്ള പങ്കിടും, നന്മ അപകരിക്കും. ഞാൻ പിശാച് പറയുക, ഞാൻ അവൻ്റെ ഭൗതിക മണ്ഡലത്തെ തകർക്കും. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അതെന്ത് ചെയ്യും? പിടിച്ചടക്കും. അടുത്ത പറയുകയാ, എന്റെ ആശ അവരാൽ പൂർത്തിയാക്കും. ഞാൻ വാളൂരി എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ആരാ പറയുന്നേ? ശത്രു പറഞ്ഞു. അവൻ പറഞ്ഞോളൂ, ഞാൻ അവരെ കൊല്ലും. അവന് പ്രാണഹാനി വരുത്തും. എവിടെ കടക്കുന്നതിന് മുമ്പ്? വാഗ്ദത്തത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. യെസ്, ഇന്ന് പകൽ ആ ദൂത് ഏറ്റെടുത്തോ. നീ കേട്ട നിരവധി വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ മുമ്പിൽ ശേഷിക്കുന്ന അനവധി വാഗ്ദത്തങ്ങളുണ്ട്. അത് കാണുന്നതിന് മുമ്പ് നിന്റെ കണ്ണടച്ച് കളയുവാൻ രക്തത്താക്ഷയം പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിച്ച ദൂതിന്റെ നിവർത്തികൾ നീ നിന്റെ കണ്ണാൽ കാണുന്നതിന് മുൻപ്, നിന്റെ തലമുറയിൽ അത് വെളിപ്പെടുന്നത് കാണുന്നതിന് മുൻപ്, നിന്റെ സഭയ്ക്ക് അത് വെളിപ്പെടുന്നവന് കാണുന്നതിന് മുൻപ് നിന്റെ കണ്ണടപ്പിക്കുവാ, നിന്നെ കൊന്നുകളയുവാ, നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ അടുത്തു വരുന്ന വ്യാപാരത്തെ ദൈവാത്മാവ് വെട്ടുകയോ. രഗജന ധിഗജന ജഗദന അടഗദ രഗനഗേ തുരിയാമ ഹസ്തന അൽക്കന ജഗനഗേ തുരിയ വൈശൽക്കന. ആമേൻ, ആമേൻ, ആമേൻ. ഇവൻ പറയുന്നു, ഞാൻ വാളൂരും, എൻ്റെ കൈ അവരെന്ത് ചെയ്യും? നിഗ്രഹിക്കും. ഇവൻ പറയുന്നു, ഞാൻ വാളൂരി വെട്ടുവന്ന, ഞാൻ വാളൂരി നിഗ്രഹിക്കുമെന്ന. എന്നാ ദൈവം അവനെ നോക്കി പറയുന്നത് എന്താണെന്നറിയാമോ? യെഹെസ്കേലിന്റെ പുസ്തകം 30-ാം അധ്യായം 23, 22, 23 വാക്യം വായിക്കാം. യെഹെസ്കേൽ 30-ന്റെ 22, 23 വാക്യങ്ങൾ. മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിനെ മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മിസ്രയീം രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു. ഞാൻ അവന്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും. അടുത്തത്, വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയും. ഫറവോൻ പറയുന്നു, ഞാൻ വാളൂരി കാണണം. ദൈവത്തിന്റെ കരം അവന്റെ കയ്യിൽ നിന്ന് നിനക്കെതിരെ പിടിച്ചിരിക്കുന്ന വാളിനെ അവന്റെ കയ്യിൽ നിന്ന് വീഴിക്കുന്ന പകരം രാജഗടകൾ ജനാദി നിനക്കെതിരെ, നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷകൾക്കെതിരെ, നിന്റെ പ്രാണനെതിരെ സാത്താൻ എടുത്തു വെച്ച ആ ഉയർത്തിപ്പിടിച്ച വാള് ഇന്ന് പകൽ ദൈവമഹത്വം അവന്റെ കരത്തിൽ നിന്ന് വീഴിക്കുകയാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, സാത്താനെ
കാൽവറിയിൽ തോൽപ്പിച്ചവനെ ആയുധവർഗത്തെ വയ്പ്പിച്ചു. ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവാത്മാവ് പറയുന്നു, നിനക്കെതിരെ ദുഷ്ടൻ ഉയർത്തിയ വാൾ അവന്റെ കയ്യിൽ നിന്ന് ഇന്ന് പകൽ വീഴുകയാ. ഇത് നിങ്ങൾ ആത്മാവിലൊന്ന് കാണണം. നിനക്കെതിരെ ഉയർന്നിരിക്കുന്ന ആഭിചാരത്തിന്റെ ശക്തി, മന്ത്രവാദത്തിന്റെ ശക്തി, ദുഷ്ടവ്യാപാരത്തിന്റെ ശക്തി കൃപ പ്രാപിച്ച നിന്റെ മുമ്പിൽ വീഴുകയാ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഫറവോൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ വാള് വീണത്? അവൻ്റെ വാള് പിടിക്കാൻ അവൻ ആവതില്ലാഞ്ഞിട്ട് കൊണ്ടാണോ? സഭയെന്ന് പറഞ്ഞേ അല്ല. വാള് പിടിക്കുവാൻ കരുത്തനായ പടയാളികളാണ് ആ രഥത്തിലുള്ളത്. പിന്നെ എന്തുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് വാള് വീണു? മറ്റൊരു വാൾ അവനെ വെട്ടി. വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ന്റെ 9-10 വാക്യങ്ങളാണ്. യെശയ്യാ 51-ന്റെ 9-10 വാക്യങ്ങൾ. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? അടുത്തതാണ്, സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീ അല്ലയോ? ആമേൻ. ഇവിടെ വായിച്ച് രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? ഇവിടെ രഹബ് എന്ന് പറയുന്നത് ഫറവോന്റെ മറ്റൊരു പേരാണ്. ഫറവോൻ വാളുമായി വാഗ്ദത്തം പ്രാപിച്ച ജനത്തെ വാഗ്ദത്തത്തിൽ വിടുകയില്ലെന്ന് പറഞ്ഞ, അതിനു മുൻപ് കൊന്നുകളയുമെന്ന് പറഞ്ഞ അടുത്തു വരുന്ന ഫറവോനെ, വാളൂരി വെട്ടുമെന്ന് പറഞ്ഞ് അടുത്തു വരുന്ന ഫറവോനെ ദൈവമകത്വം ഒരു വാള് പോലെ ഇറങ്ങി വന്ന് വെട്ടി. അവൻ രഹബിനെ എന്ത് ചെയ്തെന്നാ? വെട്ടിയെന്ന. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറഞ്ഞ്, ഞാൻ ഫറവോനിലും അവൻ്റെ സകല ജനത്തിലും അവൻ്റെ സൈന്യത്തിലും എൻ്റെ മഹത്വത്തെ ഞാൻ എന്ത് ചെയ്യും? വെളിപ്പെടുത്തുമെന്ന. വെളിപ്പെട്ട മഹത്വം യെശയ്യാവ് ദർശിച്ചപ്പോൾ കണ്ടതൊരു വാള് പോലെ ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവ മഹത്വം നമ്മെ പിന്തുടരുന്ന, പ്രാണനെതിരെ പിന്തുടരുന്ന ചിലതിനെ വെട്ടാൻ ഇറങ്ങുന്ന വാളായി വെളിപ്പെടുന്ന മഹത്വമാണ്. ഓ റബലബലബ ശബലഗഡഗദന. ഹല്ലേലൂയ. ഉടബലബലഗഡഗദഗദരാദികൾ.
ജീസസ്. പ്രിയരെ, ശത്രു വാളെടുത്തു കൊണ്ടുവരുമ്പോൾ ശത്രു നോക്കിയപ്പോൾ വെട്ടാൻ നമ്മുടെ കയ്യിൽ തിരിച്ചു വെട്ടാൻ എന്തില്ല? വാളില്ല. തിരിച്ചു പ്രതികരിക്കുന്നതായ ശക്തി നമ്മുടെ മേലില്ല. എന്നാൽ അവനറിയില്ല നമുക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വാളാ. ഉയരത്തിലൊരു വാളാ ഫറവോനെ വെട്ടി. ജനത്തോട് പാഞ്ഞെടുക്കുന്ന ശക്തിയെ, ജനത്തിന്റെ അതിർത്തിയോട് അടുത്തു വന്ന ശക്തിയെ ഉയരത്തിലൊരു വാള വെട്ടുവാനിടയായി. ആ വെട്ടിന്റെ മുൻപിൽ ജനത്തിന് വിരോധമായി വാളെടുത്തവന്റെ കയ്യിൽ നിന്ന് വാള് വീഴിക്കുവാനിടയായി. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. ദൈവാത്മാവ് പറയട്ടെ, നിനക്ക് വിരോധമായി ഒരുക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. 600 വിശേഷ രഥങ്ങളും മിസ്രൈമിലെ സകല രഥങ്ങളുമായി വാഗ്ദത്തമുള്ള ജനത്തിന് വിരോധമായി പാഞ്ഞെടുക്കുന്ന ശത്രുവിനെ തകർക്കേണ്ടവന് വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം. ഓരമനഘടകൾ ഭാരകധനഘടകധനയാരി ശാരകത്തുരാജകനഘടകൽക്കർ സഭയ്ക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി ഉയരുന്ന വ്യാപാരത്തെ വെട്ടുന്നവാളാ. പ്രിയരെ, ഈ മഹത്വം ഒരു യുദ്ധമായി ഇറങ്ങി. ഈ മഹത്വം ഒരു യുദ്ധക്കളത്തിലെ പടവാളായി വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു നിമിഷം നിങ്ങളോട് ഓർപ്പിക്കാം. രാത്രിയുടെ യാമത്തിങ്കൽ ഫറവോന്റെ സൈന്യത്തിൻ്റെ മേൽ ദൈവമഹത്വം യുദ്ധം തുടങ്ങിയെങ്കിൽ, ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാമോ? സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ പടക്കെടുത്തിരിക്കുന്ന ചില അന്ധകാര മണ്ഡലത്തോട് അവന്റെ വാളെടുത്തുകൊണ്ട് യുദ്ധം ആരംഭിച്ച ചിലതിനെ തകർക്കാൻ പോകുകയാണ്. ഓ ജീസസ്. ഏതെല്ലാം മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആത്മാവിൽ കയറി ചെല്ലാൻ കഴിയുമോ അവിടേക്ക് നിങ്ങൾ കയറി നിൽക്കാം. അവിടെ ഈ സൈന്യങ്ങളുടെ നായകൻ ഇറങ്ങാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ വേഗത്തിൽ നിർത്താം. നമുക്കൊന്നിച്ച് പാടി ആരാധിക്കാൻ പോകുകയാണ്. പ്രിയരെ, മോശയോട് പറഞ്ഞു ഉറച്ചു നിൽക്കാം. യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളതാണ്. മോശ ജനത്തോട് പറഞ്ഞ്, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ പകൽ, ഈ അവസാന നിമിഷം ദൈവാത്മാവ് സഭയോട് പറയുന്നു, ദൈവത്തിന് യുദ്ധം ചെയ്യാൻ മാസങ്ങൾ വേണ്ട, ദൈവത്തിന്റെ പടവാളെടുക്കാൻ മണിക്കൂറുകൾ വേണ്ട. എഴുന്നേറ്റ് നിൽക്കുന്ന ഈ അല്പനിമിഷത്തിൽ
സഭയ്ക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യാൻ പോകുകയാ. തലമുറയ്ക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യാൻ പോകുകയാ. മഹത്വത്തെ അവൻ വെളിപ്പെടുത്താൻ പോകുകയാ. കൃപ പ്രാപിച്ചവർ ആരും മൗനമായിരിക്കരുത്. നിങ്ങളുടെ ആധാരങ്ങളെ തുറന്ന ദൈവത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമഹത്വം ഇന്ന് പകൽ ഇറങ്ങാൻ പോകുകയാണ്. നിനക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ പ്രാണനെതിരെ, നിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്കെതിരെ, നിന്റെ ആയുസ്സിനെതിരെ പാഞ്ഞെടുക്കുന്ന പൈശാചിക മണ്ഡലത്തെ അരിഞ്ഞു വീഴ്ത്തുവാൻ, വെട്ടി വീഴ്ത്തുവാൻ ഉയരത്തിന്റെ വാള് ഒരു മഹത്വമായി ഇന്ന് പകൽ സഭയുടെ നടുവിൽ ഇറങ്ങി യുദ്ധം ആരംഭിക്കുകയാ. ഓ രമനഗ ജഗ ജഗ ദുരിബിന മനഗടക അടഗദ നഗ ജഗ ജഗ ദനാദികൾക്കയാ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമ്മുടെ കൂടാരങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, തലമുറകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധവീരനായ ഒരുവൻ ഇന്ന് പകൽ ജഗത്ത് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ പകൽ വചനമായി ചുപിടിപ്പിക്കുന്നവൻ, ഈ പകൽ നമ്മുടെ കൂടാരങ്ങള്, നമ്മുടെ തലമുറകള്, നമ്മുടെ പ്രിയപ്പെട്ടവര്, ആയുസ്സിനെതിരെ, വ്യക്തിത്വങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ നോട്ടമിടുന്ന, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൊണ്ടിടാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക വ്യാപാരങ്ങള് ഈ പകൽ ആത്മാവിൽ ദൈവസഭ ഒരുമിച്ച് ക്യാൻസൽ ചെയ്ത് മാറ്റിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓ റബല ധരജല ദല 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 അർദ്ധലഗണക ജഗരഗണക സിഹാന അന്ധകാര മണ്ഡലങ്ങള് ഞങ്ങൾ ആത്മാവിൽ വെട്ടുകയോ. Oh, Jesus' name. Hallelujah. 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 എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ദാസൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഒരു പ്രേരണ തന്നതാണ്. നിങ്ങൾ നിൽക്കുന്ന ഈ ലൈനുകൾ ദയവായി നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആളുകളുമായി ഒന്ന് കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ചില സെക്കൻഡുകളൊന്ന് കരം കോർത്ത് പിടിച്ച് ഇന്ന് പകൽ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്തമായ ദൈവിക സന്ദേശങ്ങൾ ദൈവാത്മാവ് കൈമാറി. ചില മരണത്തിൻ്റെ കരങ്ങൾ ദൈവാത്മാവ് നീക്കട്ടെ. ഇന്ന് പകൽ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് ഒരു പ്രേരണ ദൈവസഭയ്ക്ക് നൽകി. അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾക്കെതിരെ, മാതാപിതാക്കൾക്കെതിരെ, തലമുറകൾക്കെതിരെ, അഭിഷിക്ത വൃന്ദങ്ങൾക്കെതിരെ വെല്ലുവിളിക്കാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിൽ ദൈവസഭ തിരിച്ചറിഞ്ഞ് ചില സെക്കൻഡുകളൊന്ന് പോരാടി പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്ക് ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച്, ദൈവം നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം അനുസരിച്ച് ആത്മാവിൽ വെട്ടി പ്രാർത്ഥിക്കാൻ നിയോഗം പ്രാപിച്ചവർ, അഭിഷേകത്താൽ നേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം പ്രാപിച്ചവർ ഈ പകൽ ആരും മൗനമായി നിൽക്കാതെ ചില സെക്കൻഡുകൾ പോരാടി പ്രാർത്ഥിക്കട്ടെ. ഈ പകൽ ഒരു വിടുതൽ നടക്കുകയാ. ഈ പകലിനകത്ത് ഒരു വിടുതൽ നടക്കുകയാ. ഇതിനകത്ത് ഒരു വിടുതൽ നടക്കുകയാ. ചില കെട്ടുകളെ അടിച്ചെടുക്കാൻ കഴിവുള്ള, ചില വ്യക്തിത്വങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് വ്യാപരിക്കട്ടെ, അവിടുന്ന് വ്യാപരിക്കട്ടെ. ഓ ജീസസ് നെയിം, ജീസസ് നെയിം. ആത്മാവിൽ കണ്ടു പ്രാർത്ഥിക്കുക. ഓ ചില മണ്ഡലങ്ങൾ വെട്ടപ്പെടുന്നത്, ചില വാലുകൾ ചിലതിന്റെ കയ്യിൽ നിന്ന് താഴെ വീണത്, ഓ ചിലതിന്റെ കരങ്ങൾക്ക് വെട്ടേൽക്കുന്ന പകലാകട്ടെ. ദൂതൻ ഒരുക്കിയ ചില കരങ്ങൾ ഈ പകൽ വെട്ടേൽക്കുന്ന പകലാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ ഹല്ലേലൂയ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. ഒരു കറുത്ത മേഘം
ചില മേഖലകളെ വിട്ടു മാറുന്ന ഒരു കാഴ്ച. ആത്മാവ് ഞാൻ കണ്ടിന് പകൽ പറയുക, ഞാൻ വെറുതെ വിളിച്ചു പറയുകയില്ല, ആത്മാവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാടാ. ഒരു കറുത്ത മേഘം ചില വിട്ടുമാറുക, ചില കൂടാരങ്ങളുടെ നിന്ന്, ചില തലമുറകളുടെ നിന്ന്, ചില അഭിഷിക്ത വൃന്ദങ്ങളുടെ നിന്ന് ഈ പകലിനെ ദൈവം ഉരുട്ടി മാറ്റുക. യേശുവിന്റെ നാമത്തിൽ ഒരു കാറ്റടിപ്പിച്ച് അതിനെ നീക്കുന്നത് പോലെ ഈ പകലിനെ നീക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക. ജയം 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 ജയം. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓറബ ശാന്തരാദിയാന അർഗരബലബസിയന്തരാദിയാന അർഗരാദിരിവികബലഗടകസി അർദ്ധൽകന ശാന്തരാദിയാന അർദ്ധലാദരഗടകസിയന്തരാദിയാന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചില സെക്കൻഡുകൾ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. ഈ പകൽ ഒരു വിടുതലോട് ചിലർ മടങ്ങി പോകുകയാണ്, ചിലർ സൗഖ്യത്തോട് ഈ പകൽ മടങ്ങി പോകുകയാണ്. ചില കെട്ടുകൾ അഴിയപ്പെട്ടവരായി, ചില ബന്ധനങ്ങൾ പൊട്ടപ്പെട്ടവരായി ഈ പകൽ ചിലർ മടങ്ങി പോകുകയാണ്. ഈ പകൽ വിടുതൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. ഓ ആത്മാവ് ചെയ്തു തുടങ്ങട്ടെ, ആത്മാവ് ചെയ്തു തുടങ്ങട്ടെ. ഒരു താക്കോലിട്ട് ഒരു ഡോർ തുറക്കുന്നത് പോലെ ദൈവാത്മാവ് ഈ പകൽ ചിലർ ആക്സസ് ചെയ്യുകയാണ്. ചില മേഖലകളിൽ ദൈവിക മഹത്വം വെളിപ്പെടുകയാണ്. ഓ ജീസസ് 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 ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ജയമെടുക്കുന്നു, ഞങ്ങൾ ജയമെടുക്കുന്നു, ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ പകൽ കർത്താവിന്റെ ദാസനെ ദൈവം നമ്മുടെ മധ്യ ഉപയോഗിച്ചു. ദൈവമയച്ച എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യുക. ഈ വചനം ഒരിക്കലും വെറുതെ മടങ്ങി വരികയില്ല. അത് അയച്ചവന്റെ പ്രവർത്തികച്ച് വിശ്വാസത്തോടെ പറയണം, എൻ്റെ കൂടാരത്തിനകത്ത് ഞാൻ ചെല്ലുന്നതിന് മുൻപ് ഈ വചനം ചില ക്രിയകൾ ചെയ്യും. ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ, എനിക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മേഖലകളുടെ മേൽ ഈ വചനം അതിന്റെ ശക്തിയോടെ അതിന്റെ പ്രവൃത്തി തികച്ചിരിക്കുന്നത് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ കണ്ണുകളെ അടയ്ക്കാതെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മളൊരു ദൈവസന്നിധി പ്രാർത്ഥിപ്പുകൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജീവ് അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വിലപ്പെട്ട ആലോചനകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ മഹത്വം ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന വിധങ്ങളെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ വലിയേറിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ ശത്രുവിൻ്റെ മധ്യ കർത്താവ് യഹോവയുടെ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തിയതിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ് പിതാവേ. അവൻ ഞെരുക്കിയ ഞെരുക്കങ്ങളെയൊക്കെ ഇന്ന് പകൽക്കാലം അവൻ്റെ വാളിനെല്ലാം അങ്ങ് തകർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തി അങ്ങയുടെ ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ഈ ദിവസങ്ങളിൽ കഥാവ് അതിൻ്റെ പ്രവൃത്തിയിലോട്ട് വെളിപ്പെടുമാറാകണമേ. ഇന്ന് പകൽക്കാലം കഥാവ് ഞങ്ങൾ ഏറ്റെടുത്ത ദൈവിക ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. കഥാവ് എല്ലാ മരണപാശങ്ങളെ അങ്ങ് നീക്കിയതിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ് പിതാവേ. എല്ലാ കഥാവയെ ശത്രുവിൻ്റെ പദ്ധതികളെയും ഇന്ന് പകൽക്കാലം അങ്ങ് വെട്ടിമാറ്റിയതിനായി നന്ദിയോടെ ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുകയാണ്. മാനുഷിക ബുദ്ധിക്ക് കഥാവെ, മാനുഷിക കണ്ണുകൾക്ക് മറഞ്ഞിരുന്നതിനെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുകയാണ്. കഥാവ് എല്ലാ അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം അങ്ങ് ശാസിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വീണ്ടും വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഥാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഥാവേ യഹോവയുടെ മഹത്വം വെളിപ്പെടുത്തി വീണ്ടും അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്. നാഥനെ തലവണക്കി ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പേരുപേരായ ദൈവകരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങ് പകർന്ന പുതിയ അഭിഷേകത്തിനായി ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഥാവേ,
പൂർണ്ണമായും ഭാഗികമായി ഉപവാസം ഇരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർക്കണമേ, കർത്താവ് സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം സംസാരിച്ച് ഞങ്ങളുടെ വിലയേറിയ ഭക്തനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അധികാരത്തോടെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെയും കോശപാസനായി സ്തോത്രം, ജോബി ജോസഫനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കുടുംബമായി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൊണ്ടിരുന്നു. കർത്താവ് വീണ്ടും കാണുമ്പോൾ ക്രൂശിൽ മറയ്ക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ഉപവാസ സെഷൻ ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ ബിനോയിറ്റേറ്റ് സൗരകൾ നമ്മുടെ മധ്യരാത്രിയിലും ദൈവജന ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു പോകാം. ദൈവം നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ്.